പേസ്റ്റ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് തയ്യാറായി നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസിന്, നൂഡിൽസിന്, അതുപോലെ തന്നെ സൂപ്പിന്, അതുപോലെ തന്നെ എഗ് റോസ്റ്റ്, അങ്ങനെ നമുക്ക് എന്തിനു വേണമെങ്കിലും ഇത് ചേർക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കാണിക്കുന്നത് ചില്ലി പേസ്റ്റ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഏറ്റവും ആരോഗ്യമുള്ളത്. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. തിളയ്ക്കുന്ന വെള്ളത്തിനകത്തോട്ട് കാശ്മീരി ചില്ലി ഇട്ടു, നോർമലായിട്ടുള്ള ഡ്രൈ ചില്ലീസും ഇടാം. അത് എരി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. എരി ഒരുപാട് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് സീഡ് എടുത്ത് കളയാം, അടച്ചു വയ്ക്കും. അപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും പെട്ടെന്ന്. ഇതിപ്പം 15 മിനിറ്റോളമായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കണം. ഇത് ഒരു ഐസ് വെള്ളത്തിനകത്തോട്ട് നമുക്ക് ആ മുളക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ കളർ അധികം പോകാതെ നമുക്കത് അരച്ചെടുക്കുമ്പോൾ കിട്ടും. തിളപ്പിച്ച വെള്ളത്തിൽ നമ്മൾ അരയ്ക്കരുത്. ഇങ്ങനെ വെള്ളത്തിനകത്തോട്ട് മാറ്റിയിട്ടതിന് ശേഷം അവിടുന്ന് വാരിയെടുത്ത് വേണം അത് അരയ്ക്കാൻ. അതിൻ്റെ സീഡ്സാണ് ഇതെല്ലാം. അപ്പോൾ ഇത് നമ്മൾ കളയണ്ട, നമുക്കിത് ഇതിലൂടെ ചേർക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്, നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ പേസ്റ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. പാൻ വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. റോസ്മെല്ലൊക്കെ ഒന്ന് മാറട്ടെ. ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേന് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റ് അതിനകത്തേക്ക് ഇടാം. തീ ലോ ടു മീഡിയമിലാക്കി വയ്ക്കുക. ഇനി ഇത് നന്നായിട്ട് ഇതിനകത്ത് മൂപ്പിച്ച് ആ എണ്ണ വിട്ട് വരുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ആ ഗ്രൈൻഡറിൻ്റെ ബൗൾ റിൻസ് ചെയ്ത് ഒരല്പം വെള്ളം കൂടെ ഉണ്ട്, അതുകൂടെ ഒഴിക്കാം. എന്നിട്ട് ഇനി ചെറിയ തീയിൽ ഇത് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരിക എന്ന് ഞാൻ പറഞ്ഞത് വെള്ളം ഓയിൽ ഇങ്ങനെ വേർവിട്ട് വരും, അതുവരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിനകത്തേക്ക് പഞ്ചസാര, ഉപ്പ്, വിനെഗറും കൂടെ ചേർക്കണം. ഞാൻ ആപ്പിൾ സൈഡർ വിനെഗറാണ് ചേർത്തത്. നിങ്ങളിലുള്ള ഏത് വിനെഗറാണെങ്കിലും അത് ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ജലാംശമൊക്കെ പറ്റി നല്ല കാവുന്നിടം വരെ നമ്മൾ ചെറിയ തീയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ചില്ലി പേസ്റ്റ് വീട്ടിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ റെസിപ്പീസിനൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഇതങ്ങ് ചേർത്താൽ മതി. കാര്യം ഇതിനകത്ത് മുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, ഉപ്പുണ്ട്, പുളി, വിനെഗറുണ്ട്, ചെറിയൊരു മധുരം. ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ചില്ലി പേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് റെസിപ്പിക്കും ടേസ്റ്റ് കൂട്ടാനായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ഈ ഇൻസ്റ്റൻറ്റ് റെസിപ്പി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരുന്ന ആ സീഡും ഇതിനകത്തേക്ക് ഇടാം. ഇത് നമ്മളൊരു 50 മിനിറ്റ്സ് എങ്കിലും ഈ ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതുപോലെ ഈ 50 മിനിറ്റ്സിൽ നമ്മളൊരു പകുതി സമയമാകുമ്പോഴാണ് നമ്മളതിനകത്ത് ആ സീസണിങ് ഒക്കെ ചേർത്തത്. അതായത് ഷുഗർ, വിനെഗർ, അതുപോലെ തന്നെ സോൾട്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെയും നന്നായിട്ട് തണുത്തിട്ട് വേണം നമ്മളൊരു ബോട്ടിലിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. പ്രയോജനമുള്ള റെസിപ്പി ആണെങ്കിൽ കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.